വെൽക്കം ടു ഡേ 12. ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ഇന്ന് ഇപ്പോൾ നമ്മൾ എണീറ്റേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് എണീറ്റു കേട്ടോ. ഇറ്റ് ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ്. അപ്പോഴത്തേക്കും എണീറ്റു. ഇനി പോയി താഴെ പോയി ബ്രഷൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ബ്രഷും ചെയ്തിട്ടില്ല, ഞാൻ ചുമ്മാ കുറച്ച് മുമ്പ് എണീറ്റതാണ്. അപ്പോഴത്തേക്കും എന്താ ചെയ്യാനുള്ളത്, ബ്രഷ് ചെയ്യാറുണ്ട്. എന്നിട്ട് പിന്നെ താഴെ പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആസ് യൂഷ്വൽ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം എൻ്റെ റൊട്ടീൻ. അത് തന്നെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം നമുക്ക് പോയിട്ട് ആ പരിപാടിയൊക്കെ ചെയ്യാം. ഇവിടെ എണീപ്പിക്കണം. നോക്ക്, എണീക്ക്. വാട്ട് കൈൻഡ് ഓഫ് എ മടിച്ചി ഈസ് ദിസ്? വാട്ട് കൈൻഡ് ഓഫ് എ മടിച്ചി? അപ്പം എല്ലാവർക്കും ഞാൻ പോയിട്ടെല്ലാം ചെയ്യട്ടെ. നമ്മുടെ കൂട്ടുകാരി എണീറ്റിരിക്കുന്നു. ഹൗ വാസ് യുവർ സ്റ്റേ മാഡം? 3.5 ഉള്ളൂ. ഐശ്വരി കൊള്ളാലോ. ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. നമുക്ക് ഉറക്കമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ഉറങ്ങിപ്പോയി ഒരു 10:30. ഞാൻ 12 മണിക്ക് എങ്ങനെ ഉറങ്ങിപ്പോയതെന്ന് തോന്നുന്നു. അല്ലേ 11 ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ പാവം ഒറ്റയ്ക്ക് 2 മണി വരെ ഇരുന്നു. സാരമില്ല, ഇറ്റ്സ് ഓക്കെ ഗായ്സ്. നമ്മൾ ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യാനാ, നമ്മളവിടെ ബിസിയാണ്. അപ്പം ഞാൻ പോയി അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റില്ലിങ്ങിൻ്റെ ബെഡിലിരിക്കുക. പോയിട്ട് അപ്പരോടെയൊക്കെ ചെയ്യട്ടെ. ഇതിൻ്റെ ശരിക്കത്തെ രൂപം ഞാനിപ്പോൾ പുറത്താക്കിയേനെ. ഒന്ന് വേഗം വരണം മിസ്റ്റർ. ഇവളുണ്ടല്ലോ എന്ത് ലേറ്റാന്നറിയോ? വെറും ലാഗാ. ഇതെൻ്റെ അപ്പൻ്റെ ടീഷർട്ടാ. ഞാൻ അപ്പൻ്റെ ടീഷർട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൻ്റെ ടീഷർട്ട് ഇട്ടുള്ളതൊക്കെ. അപ്പം അപ്പൻ്റെ ടീഷർട്ട് എടുത്തിട്ടാ പണ്ടത്തെ. എനിക്ക് ലൂസായിട്ട് ഇങ്ങനെ നല്ല രസത്തിൽ നിൽക്കും. അപ്പോൾ പണ്ടത്തെ എൻ്റെ പൊന്നേ. Come on. അപ്പം നമുക്ക് താഴേക്ക് പോവാം. എല്ലാവരും വെള്ളം കുടിക്കുമെന്ന് പറ നീ. എല്ലാവരും വെള്ളം കുടിക്കണം. രാവിലെ ഒരിതില്ലാതെ എണീറ്റ് വന്നിട്ട് വെള്ളം കുടിക്കണം. ചാവോ? പിന്നെ വെള്ളം എടുത്തോണ്ട് വരുന്നുണ്ട്. ഇവളിവിടെ വന്നിട്ട് കോഫി ഉണ്ടാക്കണം ഓരോൾക്ക്. അപ്പൊ കോഫി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ട് എൻ്റെ പാല് മൊത്തം തെറിപ്പിച്ച് ഇപ്പൊ അതൊക്കെ വൃത്തിയാക്കി പിന്നെ അടുത്ത്. നേഹമാത്തിന് കോഫി ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ നേഹമാത്തിന് കോഫി ഉണ്ടാക്കാൻ എന്റെ സ്കിൻ ഗ്ലോയിങ് കണ്ടോ? ഈ ലൈറ്റിന്റെ മുമ്പേ അല്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇവിടെ വരും. ഹായ് ഗൈസ്, ഇവിടെ വരും. കുഞ്ഞു തല സാർ ഇവിടെ സാറിന് ഗൈസ് ഇവിടെ കൊണ്ട് വലിയ ശല്യം കേട്ടോ. ഇന്നലെ ഇവൾക്കായിരുന്നു ശല്യം, ഇന്ന് എനിക്കാ ശല്യം. അങ്ങനെ കോഫി ഉണ്ടാക്കി കഴിഞ്ഞ് വിജയശ്രീ ലാളിതി ആയിരിക്കുകയാണ്. കുടിച്ചോക്ക്. നീ ഉള്ള കാരണം കുറെ പേര് വ്ളോഗ് കാണുമായിരിക്കും. ഇവിടെ ഉണ്ടാക്കിയതാണല്ലോ. അപ്പം നമ്മൾ ടേസ്റ്റ് നോക്കണം, അല്ലെങ്കിൽ മോശമല്ലേ. കൊള്ളാം, മോശം പറയാൻ പറ്റില്ല. കൊള്ളാം, മോശമില്ലേ, കൊള്ളാം. ഇവിടെ അമ്മ ഉണ്ടാക്കണ അത്രത്തില്ല, എന്നാലും കൊള്ളാം. അപ്പം നമ്മൾ ചപ്പാത്തിയും ചിക്കനുമാണ്. കോഫി ഇവിടെ നിൽപ്പുണ്ട്. കള്ളപ്പന്നി അതാ കഴിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. ഇവളിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ ഒന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ കുറച്ച് പണി എനിക്ക് എഡിറ്റൊക്കെ ചെയ്യാനുണ്ട്. അതും ഞാൻ പോയി ചെയ്യട്ടെ. ഇത് ജനങ്ങളൊന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ
കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് കഴിഞ്ഞ് പക്ഷേ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ആവശ്യം ഉണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. വേഗം തിരിച്ചു വരും തോന്നുന്നു, അറിയത്തില്ല. കുറച്ചധികം പണികളുണ്ട്. അപ്പോഴത്തേക്ക് അതൊക്കെ ചെയ്യട്ടെ. അതൊക്കെ ചെയ്യാൻ പോയി. മതി 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 ബാ ബാ മതി മതി പോര് മതി മതി മതി. അപ്പോൾ എന്തായാലും പോട്ടെ, പുറത്തേക്ക് പോട്ടെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. എന്നിട്ട് പിന്നെ പണിയൊക്കെ ചെയ്ത് തിരിച്ചൊക്കെ എത്തി. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. മിക്കവാറും ചിക്കനും ചപ്പാത്തിയും തന്നെയായിരിക്കും കഴിക്കുന്നുണ്ടാവും. ബിക്കോസ് ഈസി, വെരി ഈസി. ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ചോറ് ഞാൻ നോക്കട്ടെ എന്താ കഴിക്കണേ, ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. സോ ഞാൻ പറയാൻ മറന്നു, നമ്മൾ ഫസ്റ്റ് ലിറ്റർ കഴിഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ലിറ്റർ നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഡിന്നറല്ല, ഈവനിങ് സ്നാക്ക്. അപ്പോൾ ഞാൻ ബ്രൗൺ ബ്രെഡും പീനട്ട് ബട്ടറും കേട്ടോ കഴിക്കണത്. പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണമുണ്ട്, അതും കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പോയി കഴിക്കാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂഷ്വലി ചെയ്യുന്ന സെയിം സംഭവം തന്നെ. ഇന്ന് വൂഫി ഇല്ലായിരുന്നു വ്ളോഗിൽ. അപ്പോൾ നമ്മൾ വൂഫിനെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പോയി ദിസ് തിങ് റെഡിയാക്കട്ടെ. ഇല്ല, ഐ എം ബാക്ക്. എൻ്റെ പൊന്ന് ഗൈസ്, എന്തൊക്കെയോ പണിയുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് രാത്രി കൊച്ചി പോവാണ്. എനിക്ക് അവിടെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ടീം നാച്ചിൻ്റെ വർക്ക്ഷോപ്പാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ അതിൻ്റെ കുറേ പാക്കിങ്, അതിനായിട്ട് സാധനം മേടിക്കാൻ, അങ്ങനെ കുറേ എന്തൊക്കെയോ പണിയുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതൊക്കെ ചെയ്ത് ലേറ്റായിപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഫോണിൻ്റെ ചാർജ് എത്ര 6-7% എന്തോ ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് ട്രാവൽ ചെയ്യാൻ ആവശ്യമുണ്ടായിരുന്നു കാറിൽ. അപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ എല്ലാം കൂടെ ഫെഡപ്പായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെത്തി. ഞാൻ ഡേ 11 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകും. കാരണം ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ അതും ഇതൊക്കെ ആയിട്ട് എല്ലാം കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യും. പിന്നെയാണെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് വൈകുന്നേരം ഈവനിങ് സ്നാക്ക് വരെയല്ല കഴിച്ചത്. ഇനി ഫുഡ് കഴിച്ചിട്ടില്ല. സമയം ഇവിടെ ഇപ്പം 7:40. ഞാനിനി കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ആവണമോ. എന്തൊരു സ്ലോ ആയിട്ടാവുന്നതെന്നറിയോ. അപ്പോൾ ഇതൊന്ന് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് ചെയ്യാനുള്ള പാക്ക് ഫുള്ള് തീർന്നിട്ടില്ല. പാക്കിങ് ഇനിയും ബാക്കിയുണ്ട്. എൻ്റെ റൂം വൃത്തിയാക്കണം. നമുക്ക് കുറേ ദിവസം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റൂം വൃത്തിയാക്കാൻ. എനിക്കിതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കണമെന്നുണ്ട്. ഇതെല്ലാം ഇന്ന് നടക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എല്ലാം കൂടെ ചെയ്യാം. എനിക്കല്ലെങ്കിൽ എങ്ങനെയാണ് വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇതൊന്നും അപ്ലോഡ് ചെയ്ത് ഞാൻ വേഗം വരാം കേട്ടോ. ഓൾസോ പറയുന്നു, സ്വിമ്മിങ്ങിന് ഇന്ന് പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ പുറത്തായിരുന്നു, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വിമ്മിങ്ങിന് ഇന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ പക്ഷേ കുഴപ്പമില്ല, നാളെ മറ്റന്നാളും ഞാൻ വർക്ക്ഷോപ്പിലുണ്ട്. ഡാൻസിൻ്റെ വർക്ക്ഷോപ്പാണല്ലോ, അപ്പം ഫുൾ വർക്കൗട്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തൊരാഴ്ചയിൽ ഒരു റെസ്റ്റ് ഡേ ഉണ്ടല്ലോ, അത് ഇന്ന് എടുത്തേക്കാം. നാളെ മറ്റന്നാളും എന്തായാലും ആവുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ടാലി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ട്രിക്സൊക്കെ നമ്മൾ ഒപ്പിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. യെസ്, അപ്പോൾ നമ്മൾ ഡിന്നറിന് എന്താണ് കഴിക്കുന്നത്? ഡിന്നറിന് നമ്മൾ കഴിക്കുന്നത് ബ്രൗൺ ബ്രെഡ് ആയിരിക്കും. ബ്രൗൺ ബ്രെഡും പിന്നെ അല്ല, ഡിന്നറിന് നമ്മൾ കഴിക്കണത് ബ്രൗൺ ബ്രെഡും. പപ്പ പപ്പനെ എടുക്കാനും പപ്പ ഇറങ്ങി പോകും ഒറ്റ ഓട്ടം. അപ്പോൾ ഡിന്നറിന് നമ്മൾ കഴിക്കണത്, ഈ ലൈറ്റ് ഭയങ്കര നല്ല കണ്ടോ. ഡിന്നർ നമ്മൾ കഴിക്കുന്ന ബ്രൗൺ ബ്രെഡും ചിക്കൻ കറിയും ഉണ്ടല്ലോ, ചിക്കൻ കറിയും പിന്നെ നഗ്ഗറ്റ്സ് നമുക്ക് എയർ ഫ്രൈ ചെയ്യാം. അപ്പോൾ എണ്ണയില്ല. അപ്പോൾ നഗ്ഗറ്റ്സ് എനിക്ക് എനിക്ക് നഗ്ഗറ്റ്സ് എന്തായാലും എയർ ഫ്രൈ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്കും നമുക്ക് ആ പരിപാടി തന്നെ ചെയ്യാം. ഒരു 1-2 നഗ്ഗറ്റ്സ് മതി. പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ, ബ്രൗൺ ബ്രെഡും നമുക്കിപ്പോൾ ടോസ്റ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഞാനത് ചെയ്യട്ടെ. ഓട്ടമാണ് ഓട്ടമാണ്. സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ബ്രെഡും ഇതും നഗ്ഗറ്റ്സ് ഞാൻ എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതാവാനൊരു 5-6 മിനിറ്റും കൂടെ എടുക്കും. അപ്പോഴത്തേക്ക് അതാവട്ടെ. അതിന് മുമ്പ് നമുക്ക് ഈ സംഭവം കഴിച്ച് തീർക്കാം. അമ്മയുടെ ചിക്കൻ കറി വൻ ടേസ്റ്റാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോഴത്തേക്കും ബ്രൗൺ ബ്രെഡും എൻ്റെ വൂഫിയാണ് പുറത്തുനിന്ന് കറിയുന്നു അകത്ത് കയറ്റുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാനിത് കഴിക്കട്ടെ. കഴിച്ചിട്ട് ഞാൻ വരുന്നതായിരിക്കും. കൈയൊക്കെ ഫുഡ് കഴിച്ചിട്ടിരിക്കുവാണ്. പ്ലീസ് അഡ്ജസ്റ്റ്. നഗ്ഗറ്റ്സ് കഴിക്കട്ടെ.
എൻ്റെ പൊന്നെ എന്തൊരു ചൂടാ, പൊള്ളിപ്പോയനിപ്പം. അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനത്തെ ഓരോ എക്സ്പ്രഷൻസ് കണ്ടോണ്ടിരിക്കണം. ഇപ്പം കഴിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഡിന്നർ കഴിഞ്ഞു, അതിന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു, എല്ലാം സെറ്റായി. ഇനി എന്താ, ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം, എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാം സെറ്റായിട്ട് പോകാൻ ഓർത്തു. അത് ഞാൻ പിന്നെ വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മറ്റേ സംഭവം എന്ത് ചെയ്യും, നമ്മുടെ ടിക്കിങ് സംഭവം ഡേ 12 കഴിഞ്ഞു ഗൈസ്. ഇനി ഒരു 28 ദിവസം കൂടെ അല്ല, 18 ദിവസം കൂടി. മൈ കാൽക്കുലേഷൻസ്. അപ്പോൾ ഇനി ഒരു 18 ദിവസം കൂടെ ഉള്ളൂ. നമ്മളിങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകാം. നമ്മുടെ വെയിറ്റ് ലോസ് നോക്കാനുള്ള സമയമായിട്ടില്ല. നെക്സ്റ്റ് ഈ കമ്മിങ് മൺഡേ ആണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കമ്മിങ് മൺഡേ എന്തായാലും നോക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓരോ വീക്കിലെ സ്റ്റേറ്റസും ഓരോ വീക്കിൽ എന്തൊക്കെ നടക്കണേ എല്ലാം ഞാൻ സെറ്റാക്കി തരുന്നതായിരിക്കും. പിന്നെ എന്താ വിശേഷം? പിന്നെ വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എൻ്റെ കൂടെ എപ്പോഴും. നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് സംഭവം ടിക്ക് ചെയ്യാം. അങ്ങനെ 12ാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നാളെ ഞാൻ പിന്നെ വരുന്നതായിരിക്കും. കുറച്ച് ബിസി ഡേ ആണ് നാളെ. പക്ഷെ എന്നാലും ഞാൻ ഒരു മിനിറ്റ് പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാണ്ട് എങ്ങോട്ട് പോകത്തില്ലല്ലോ. എന്തായാലും ഞാൻ വരുന്നതായിരിക്കും. നാളെ ഡേ 13 ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ഡു സപ്പോർട്ട് മീ, എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അതും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്നോട് ഒത്തിരി താങ്ക്സ്. ബിക്കോസ് എല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഗുഡ് ഗോയിങ്, കീപ് ഗോയിങ് ചേച്ചി, നന്നായിട്ടൊക്കെ ഇരിക്കുന്നൊക്കെ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ വെൽ വിഷസ് എല്ലാത്തിനും. ആൻഡ് എൻ്റെ വീഡിയോനെയും കാണുക. ഞാൻ പിന്നെയും തിരിച്ചു വരുന്നതായിരിക്കും. ബൈ ബൈ, ഗുഡ് നൈറ്റ്.